പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ പ്രിയപ്പെട്ട മാത്യു അച്ഛനും ഞാനും ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അച്ഛൻ നമുക്ക് വിഷയം ഒന്ന് അത് തന്നെ അവതരിപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ. പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ എല്ലാ വിശ്വാസികളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസികൾ മാത്രമല്ല സെക്കുലർ മാധ്യമങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലെ സത്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ നവംബർ മാസം 4-ാം തീയതി കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം ഒരു ഡോക്യുമെന്റ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കി. ആ വിശ്വാസ തിരുസംഘം പുറത്തിറക്കുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതിന് ആധികാരികതയും അത് സഭാവിശ്വാസത്തിന്റെ അടിത്തറയാണ്. അപ്പം അങ്ങനെ പുറത്തിറക്കിയ ഡോക്യുമെന്റ് ആണ് മാത്തർ പോപ്പുലിസ് ഫിദേലിസ് എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ചുള്ള, മരിയ ഭക്തിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി മുതൽ നമ്മൾ മാതാവിനെ സഹരക്ഷകയെന്നോ എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥയെന്നോ വിശേഷിപ്പിക്കേണ്ടതില്ല. മാതാവ് വിശ്വാസികളുടെ ദൈവജനത്തിന്റെ അമ്മയാണ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. അച്ഛൻ പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഇത് ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് മാത്രമല്ല, സെക്കുലർ ലോകം കൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തിനാണ് ഇത്രമാത്രം വാർത്താ പ്രാധാന്യം നമുക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകാം. എന്തായാലും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രഭാഷണം എല്ലാ ചാനലും വന്നു എന്നത് വലിയ കാര്യമാണ് അല്ലേ? എന്ത് കാരണം കൊണ്ടാണ് തന്നെ സെക്കുലർ ഒരു ചാനലിൽ കൂടെയും ലക്ഷക്കണക്കിന് പേര് പരിശുദ്ധ അമ്മയുടെ നാമം കേൾക്കുകയും, പരിശുദ്ധമായ നാമം കേൾക്കുകയും, ചിലപ്പോൾ പലർക്കും പല രീതിയിലുള്ള വികാര വിചാരങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അങ്ങനെ ഒരു അവസരം ഉണ്ടായി. പിന്നെ അത് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇനി മുതൽ സഹരക്ഷക, എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥ അല്ലേ എന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സഭയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല നമ്മൾ. അതായത് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നമ്മൾ ഈ വിഷയം ശരിക്കും ആരംഭിക്കേണ്ടത്. കത്തോലിക്കാ സഭ ഒരിക്കലും ഔദ്യോഗികമായിട്ട് കന്യാമറിയം സഹരക്ഷക എന്നോ എല്ലാ കൃപാവരങ്ങളും മധ്യസ്ഥ ഒന്നും വിളിച്ചിട്ടില്ല. അങ്ങനെ അതൊരു വലിയ തെറ്റിദ്ധാരണയായിട്ട് കിടക്കുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയൊരു കാരണമായിരിക്കുന്നത്. ഞാൻ തന്നെ ഓർക്കാറ്. കാരണം നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെയുള്ള മരിയൻ ധ്യാനങ്ങൾ നടത്തുന്നു. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിപ്പിക്കുമ്പോഴും ഒരിക്കലും കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം കത്തോലിക്കാ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നത്, ഔദ്യോഗികമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന അവദാനങ്ങൾ നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, അമരോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. ഈ 4 കാര്യങ്ങളാണ് കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഔദ്യോഗികമായി വിശ്വസിച്ച് ഏറ്റു പറയുന്നത്. ഇത് വിശ്വസിക്കാൻ വിശ്വാസികൾ കടമയുള്ളൂ. ബാക്കി എന്തെങ്കിലും വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിപരമാണ്. അത് സഭയുടെ ചൈതന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സഹരക്ഷക, എല്ലാ കൃപാവരങ്ങളും മധ്യസ്ഥ എന്നീ കാര്യം, പ്രത്യേകിച്ച് സഹരക്ഷക എന്നുള്ള ഒരു വിശേഷണം സഭയിൽ 1-2 മാർപ്പാപ്പമാർ ഉൾപ്പെടെ ചില വിഷയത്തിലൊക്കെ ഉൾപ്പെടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതങ്ങനെ സാധിക്കുക ആർക്ക് വേണമെങ്കിലും പിന്നെ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ഉപയോഗിച്ചപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഉപയോഗിച്ച ചരിത്രം പഠിക്കുമ്പോൾ ഇവരാരും തന്നെ സഹരക്ഷക എന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു വശമുണ്ടല്ലോ, ആ ഒരു ലക്ഷ്യത്തിലല്ല ഇവരാരും ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ സഹപാഠി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാത്യു അച്ഛൻ്റെ സഹപാഠി എന്ന് പറയുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഒരുപോലെ അല്ലേ, ഒരുപോലെ അർത്ഥമാണ്. അപ്പം അങ്ങനെ നമ്മൾ സഹരക്ഷക എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ക്രമേണ ഈശോ രക്ഷകൻ, സഹരക്ഷക. അപ്പം സഭയ്ക്കും അല്ലെ ഇത് പറയുന്ന വിശ്വാസികൾക്ക് പോലും ചിലപ്പോൾ അറിയാമായിരിക്കും ഈ ഒരു റാങ്ക് വ്യത്യാസം. പക്ഷെ അറിയാതെ ഉപയോഗിച്ച് വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ള തിരിച്ചറിവിലാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും, പല പ്രാക്ടീസുകളും മറ്റ് സഭയിൽ കണ്ടതുകൊണ്ടായിരിക്കണം കത്തോലിക്കാ സഭ ഔദ്യോഗികമായിട്ട് ഈ വിഷയം ഇങ്ങനെ പഠിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു.
ഇതുമായി ബന്ധപ്പെട്ട അച്ഛൻ എന്താ പിന്നെ ഫീൽ ചെയ്യുന്നത്? ഇപ്പം സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ ആശങ്കകൾ, തെറ്റിദ്ധാരണകൾ, ഇതേക്കുറിച്ച് അച്ഛൻ എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്? ഞാൻ 3 തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഈ കാര്യം ഇങ്ങനെ സംസാരിക്കാനിടയായി. അതിൽ ശരിക്കും ഹൃദയവേദന തോന്നി ഈ 3 കാര്യങ്ങളിലും. ഒന്നാമതാണ് ഞാൻ സംസാരിച്ചത് ഈ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന യുവാക്കളായിട്ടാണ്. അപ്പം ഞാൻ അവരെന്നെ കാണാൻ വന്ന ഒരു സമയത്ത് ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ഒരു വിശ്വാസ രേഖയൊക്കെ വന്നല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവരതിനെക്കുറിച്ച് യാതൊരു മൈൻഡും ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് സഭ എങ്ങനെ പ്രഖ്യാപിക്കട്ടെ, സഭയുടെ വിശ്വാസം പ്രഘോഷിക്കട്ടെ, ഇടവകച്ചൻ എന്നാ പറയുന്നത് അത് ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, AI ടെക്നോളജി വരുന്നതോടെ ഞങ്ങളുടെ ജോലി പോകുമോ, ഞങ്ങളുടെ ശമ്പളം അടുത്ത വർഷം കുറയുമോ, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളെ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അവരുടെ ആശങ്കകളും വിഷമങ്ങളും അതൊക്കെയാണ്. അല്ലാതെ ഇതിനെക്കുറിച്ചോ ഈ വാർത്തയെക്കുറിച്ചോ ഒരു തെല്ലും ബോധേടല്ല. അത് സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നോ അതേക്കുറിച്ച് ചിന്തിക്കുന്നതില്ല. എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വാസ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും ഞങ്ങളുടേതല്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ഒരു യുവജന സമൂഹം. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം, അവർക്ക് വേണ്ടത്ര സഭയുള്ള സ്നേഹം നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മറുപടി വന്നു. ആദ്യമായിട്ട് അവരുമായിട്ടാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. രണ്ടാമത് എനിക്ക് പരിചയമുള്ള കുറച്ച് അച്ഛന്മാരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചില അച്ഛന്മാർ പറഞ്ഞത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഭ പഠിപ്പിച്ചത് 100% ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വന്നത് ഒരല്പം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അല്പം വിശ്വാസികളിൽ ഉതപ്പുണ്ടാക്കും, അതിന് കൃത്യമായ ഒരു വിശദീകരണങ്ങൾ സഭാധികാരികൾ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർ നൽകണം, അല്ലെങ്കിൽ അത് വിശ്വാസികളെ ഉതപ്പിലേക്ക് കൊണ്ടുപോകും. ഇനി ജപമാല ചൊല്ലണോ എന്നൊക്കെയുള്ള എടുത്തു മാറ്റുവോ തുടങ്ങിയ വേദനകളൊക്കെ ഉണ്ടാകും. ഇത് പ്രഖ്യാപിച്ച സമയം ഉചിതമായില്ല. അതായത് സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പം മാതൃഭക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. വർദ്ധിച്ച് ഈ തിരുസംഘം ആശങ്കപ്പെട്ടതുപോലെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഏകദേശം ഉണ്ടായെന്ന് തോന്നുന്നു. ചില രംഗങ്ങളിലെങ്കിലും ചില മേഖലകളിൽ ചില ഇടങ്ങളിലൊക്കെ അതായത് യേശുവിനെ പൂർണ്ണമായിട്ട് മറന്നിട്ട് മാതാവിനോടുള്ള മാതാവെ രക്ഷിക്കണമേ, മാതാവെ നന്ദി പറയുന്നു എന്നൊക്കെയുള്ള ഒരു കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേക സ്ഥലങ്ങളിലെ ബന്ധപ്പെട്ട വീഡിയോസിന് താഴെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ആശങ്കയാണ് അച്ഛന്മാരെ ഞാൻ സംസാരിച്ചവര് പങ്കുവച്ചത്. അവര് പറയുന്നത് സത്യമായ കാര്യം, സഭ ഇത് പഠിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം. കാരണം സഭയ്ക്ക് ഇപ്പോൾ ഇത് വന്നതിന്റെ മുമ്പ് വേറെ സംഭവങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നല്ലോ, ഇസ്ലാം മതവിശ്വാസികൾക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാല് അച്ഛന്മാരെ ലൈബ്രറിയില് നിസ്കരിക്കാനായിട്ട് സ്ഥലം കൊടുത്തത്. അപ്പൊ അതോട് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അനേകം പേർക്ക് വത്തിക്കാനോട് അല്ലെങ്കിൽ ആ ഔദ്യോഗിക മേഖലയോട് ഉള്ളിൻ്റെ ഉള്ളിലൊരു എതിർപ്പും ഒരു വിഷമവും അസ്വസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടുപിറകെ ഇതോട് വന്നതുകൂടി വളരെ ആശങ്ക വർദ്ധിച്ചു. അതിന് പല പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയുടെ ഭാഗത്ത് മാത്രമല്ല, സഭയ്ക്കെതിരെയുള്ള ചില തെറ്റായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കത്തോലിക്ക സഭ തകർന്നു പോയിരിക്കുന്നു. അത് നമുക്ക് മറ്റൊരു വീഡിയോ പങ്കുവയ്ക്കാൻ തോന്നുന്നു ആ വിഷയങ്ങളൊക്കെ. എന്തായാലും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്ന സമയത്താണ് തൊട്ട് പുറകെ ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നു സഭ സത്യവിശ്വാസം കളഞ്ഞു പൊളിക്കുകയാണ് അല്ലേ? അതെ. ഈ മൂന്നാം സംസാരിച്ചതുപോലെ ഭക്തരായ വ്യക്തികളോടാണ്. ഇവര് രാവിലെ കുർബാനയ്ക്ക് വരും, ജപമാല കഴിഞ്ഞാണ് കുർബാന. അപ്പം അങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്രയമായിരുന്നു, ഞങ്ങൾക്ക് അനുഭവമുണ്ട്, സഭ പറയുന്ന പോലെ അത് ഞങ്ങൾ അനുസരിക്കുന്നു, പക്ഷെ മാതാവിനുള്ള സ്നേഹം ഞങ്ങൾ കൈവിടുകയില്ല, കാരണം മാതാവാണ് യേശുവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ ആ ഭക്തരുടെ പ്രതികരണവും വന്നു. പിന്നെ 3 പ്രതികരണങ്ങളാണ് എനിക്ക് ലഭിച്ചത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം ഇതാണ്: കത്തോലിക്ക സഭയിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് അവർ പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ ചില പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങള് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തത് തെറ്റായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പണ്ടേത് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ എന്ന് ചോദിച്ച് അവര് നമ്മളെ സഭയെ കുറ്റപ്പെടുത്തുന്നു. അത് കണ്ടിട്ട് നമ്മുടെ സഭാവിശ്വാസികൾ ശരിയാണല്ലോ അവർ പറയുന്നതെന്ന് ചിന്തിച്ച് അവരും ആ അവസ്ഥയിലേക്ക് പോകുന്നു. രണ്ടാമതായിട്ട് ചില വ്യക്തികൾ വളരെയധികം പെസിമിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം തകരാൻ പോകുന്നു,
എല്ലാം തകരാൻ പോകുന്നു. മാതാവാണ് പിശാചിന്റെ തലയെ തകർക്കുന്ന മാതാവാണ് മാതാവിനെ സഭയിൽ നിന്ന് അകറ്റുന്നു. അത് പിശാചിന്റെ വലിയൊരു കളിയാണ്. വിജയിക്കാൻ കാരണമാണ്. മിക്കവാറും ഇനി അധികം നാൾ ഈ സഭ മുന്നോട്ട് പോവുകയില്ല എന്ന രീതിയിൽ ഒരു നിരാശയുടെ ഭാവത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മളൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടത്. അച്ഛൻ എന്തായാലും പിന്നെ അച്ഛൻ പറയുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലേ വിശ്വാസികൾക്കിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ശരിയായ വ്യക്തത ലഭിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയ 3-4 കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസത്തിനെ സംബന്ധിച്ച് ഇതിനകത്തൊരു ആശങ്ക വകയില്ല. കത്തോലിക്കാ സഭ ഒരിക്കലും കന്യകാമറിയം സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം സഭ തിരുത്തി പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ചില പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളിലൊക്കെ സഹരക്ഷകയാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ ഭയങ്കര അതന്നെ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികൾ എപ്പോഴും സ്വീകരിക്കാൻ കടപ്പെട്ടുള്ള സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാണ്. ഒരു ഔദ്യോഗിക പ്രബോധനം വീട്ടിൽ മാർപ്പാപ്പ പറഞ്ഞാലോ, നമുക്കറിയാമല്ലോ, മെത്രാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ മെഗാരിശം പറഞ്ഞാലോ ധ്യാനഗുരു പറഞ്ഞാലോ ഒന്നും സ്വീകരിക്കാൻ വിശ്വാസികൾ കടമയില്ല. ഇപ്പോൾ പാട്ടുകാർക്ക് ഭക്തി തോന്നി അല്ലെങ്കിൽ അവർക്കുള്ളിൽ രൂപപ്പെട്ട തിയോളജി കൊണ്ട് പാട്ടുണ്ടാക്കി. പലപ്പോഴും അതിനൊന്ന് വേണ്ട രീതിയിലുള്ള നിയന്ത്രണവും കൊടുക്കാതിരുന്നതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ്. രാവിലെ ഞാൻ ആരോടിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, 90 വയസ്സുള്ള അപ്പച്ചൻ കാല് തെറ്റി വീഴാൻ പോയാലും വിളിക്കുന്ന അമ്മയെന്നാ. അമ്മ 40 വർഷം മുമ്പ് മരിച്ചു പോയതാ. അപ്പോൾ അങ്ങനെ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു വൈകാരിക അനുഭവമാണ്. അപ്പം അതുകൊണ്ട് എന്തുമാത്രം അമ്മയെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് കിട്ടിയാലും അത് പറയുന്നതിലൊരു ഉത്സാഹമാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് മരിയഭക്തർക്കുള്ളത്. പക്ഷെ സഭാജീവിതത്തിൻ്റെ പ്രത്യേകത സഭയിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യുക എന്നല്ലല്ലോ. ഇപ്പോൾ സഭയ്ക്കൊരു ഓർഡർ ഉണ്ടല്ലോ, ഒരു ക്രമമുണ്ട്. സഭയെ സംബന്ധിച്ച് സഭയുടെ ഏറ്റവും വലിയ വലിയൊരു സൗന്ദര്യം തന്നെ സഭ കൃത്യമായ ചിട്ടകളും ക്രമങ്ങളും ഉണ്ടെന്ന് തന്നെയാണ്. ഇപ്പം മരിയൻ ഭക്തിയിലെ സഭ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രേഖയുടെ 54-ാമത്തെ ഖണ്ഡിക മുതൽ 66 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രബോധനങ്ങളാണ്. ഒന്ന്, ഈശോ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മാതാവാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, പക്ഷേ മരിയഭക്തിയെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഇതോടെ മേലറ്റം വരെ പോകണമെന്ന് പറഞ്ഞു നിർത്തുന്ന മനോഹരമായൊരു രേഖയാണ്. ആ 54 മുതൽ 66 വരെ വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഇന്നലെ ഇറങ്ങിയ രേഖ യാതൊരു ആശങ്ക ഉണ്ടാക്കുകയില്ല. അതിനകത്ത് വളരെ മനോഹരമായിട്ട് എന്തുമാത്രം ഔന്നത്യം സഭ പരിശുദ്ധമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എവിടം വരെ എത്തി നിൽക്കണം, നിയന്ത്രിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു രേഖയുടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ആ രേഖയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം രേഖ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരു സാർവത്രിക കൗൺസിൽ കഴിഞ്ഞിരിക്കെ ആ കൗൺസിലുമായി ബന്ധപ്പെട്ടായിരിക്കണം എപ്പോഴും ഒരു ഔദ്യോഗിക പ്രബോധനം വരേണ്ടത്. ഇപ്പോൾ സഹരക്ഷക എന്ന് ഒരിക്കൽ പോലും കത്തോലിക്കാ സഭയിന് മുമ്പ് ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് സഭ മാറ്റി പറഞ്ഞു എന്ന് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത് സഹോദരന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, കത്തോലിക്കാ സഭയ്ക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നു, ഞങ്ങൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രിയപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, കത്തോലിക്കാ സഭയിലെ പഠനങ്ങൾ ശരിയായി പുറത്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സത്യമാണതെന്ന് വ്യക്തമാകും. പിന്നെ ഈശോ മിശിഹായാണ് ലോകത്തിൻ്റെ ഏക രക്ഷകനെന്ന് ആദിമസഭ തൊട്ട് സഭ എന്ന് ഉറച്ചു പറഞ്ഞിരുന്നു. ആ ഉറച്ചു പറച്ചിൽ ഒന്നുകൂടി ഉറപ്പിച്ചതാണ് ഈ രേഖ. പരിശുദ്ധ കന്യകാമറിയ സഹരക്ഷക അല്ല, അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സഭ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഈശോ മാത്രമാണ് ലോകത്തിൻ്റെ ഏക രക്ഷകൻ. അത് നിങ്ങളുടെ വിശ്വാസമാണ്. അതിനേക്കാൾ മുമ്പ് അത് നമ്മുടെ കത്തോലിക്കാ സഭയുടെ വിശ്വാസമായിരുന്നു. അത് ആ ഒരു വലിയ സത്യമാണ് ഇതിനകത്ത് സഭ ഉറച്ച് പറഞ്ഞത്. അപ്പോൾ സഭ തിരുത്തി പറഞ്ഞതാണ് എന്ന് പറയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളോട് സഹതാപിക്കാൻ വരേണ്ട ആവശ്യമില്ല, അല്ലേ, കളിയാക്കാൻ വരേണ്ട ആവശ്യമില്ല, സഹതാപിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മുമ്പ് തന്നെ വിശ്വസിച്ച കാര്യമാണ്, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു, ഞങ്ങളിന്ന് എടുത്തുകൊണ്ട് വിശ്വസിക്കുന്നതാണെന്നുള്ളതും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നത്തെ പ്രത്യേകിച്ചൊന്നും ചർച്ചയ്ക്ക് വകയില്ല. രണ്ടാമത്തെ കാര്യം, പക്ഷെ ഒരു കാര്യം കൂടെ പറയാണ്ട്, അവർ പറയുന്നത്
ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ആരാധന നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. മാതാവിനെ നിങ്ങൾ അലങ്കരിക്കുന്നു, മാതാവിൻ്റെ അവിടെ തിരുനാൾ ദിവസങ്ങളിൽ അവിടെ ധൂപാർപ്പണം നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞെടുത്ത് മാതാവിനെ ഈ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയുടെ തുല്യമായ ഒരു ആരാധന മാതാവിന് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ തെറ്റല്ലേ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് നല്ല അവർ ചോദിക്കുന്ന ന്യായമുണ്ട്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിലും വിശ്വാസികൾ ഒരു വൈകാരികമായൊരു സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ആരാധനയുടെ തലങ്ങളെക്കുറിച്ച് കൂടി വിശ്വാസികൾക്ക് ഒന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും വിശുദ്ധർക്ക് കൊടുക്കുന്ന ആരാധനയും മാതാവിന് കൊടുക്കുന്ന ആരാധനയും വ്യത്യസ്ത തലങ്ങളെ സഭ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നത്. അതെ, അത് ഞാൻ പറയാൻ ശ്രമിക്കുകയായിരുന്നേ. അപ്പം കത്തോലിക്കാ സഭ ഒരിക്കലും കന്യകാമറിയത്തെ ആരാധിക്കുന്നില്ല, വിശുദ്ധരെ ആരാധിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഇവർ കൊടുക്കുന്ന സ്നേഹ ബഹുമാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ വ്യത്യാസമാണ്. ഉദാഹരണത്തിന് ദൈവത്തിന് മാത്രമുള്ള ആരാധനയ്ക്ക് ലാട്രിയ എന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം കൊടുക്കുന്ന പ്രത്യേക വണക്കത്തിന്, ആ വാക്ക് ശ്രദ്ധിച്ചോണം, ഒന്ന് ആരാധനയാണ്, രണ്ട് പ്രത്യേക വണക്കമാണ്. അതിൻ്റെ ഹൈപ്പർ ഡൂളിയ എന്ന് പറയുന്നു. പിന്നെ ജോസഫിന് ഈ സമീപകാലത്ത് ജോസഫോളജി വികാസം പ്രാപിച്ചു വന്ന് പ്രോട്ടോ ഡൂളിയ, വിശുദ്ധാത്മാക്കളിൽ ഒന്നാമെന്ന് പറയുന്നു. പിന്നെ വിശുദ്ധർക്ക് കൊടുക്കുന്നതിൻ്റെ ഡൂളിയ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ വാക്കുകൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസികൾ നേരത്തെ പറഞ്ഞതുപോലെ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അവർക്ക് വൈകാരികമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് ഈ മാധവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്നേഹം, ചിലർക്ക് ഈശോയേക്കാൾ കൂടുതൽ സ്നേഹം മാതാവിനോട് ആരാധന വരുന്നു, മാതാവ് രക്ഷിക്കുന്നു വിചാരിക്കുന്നു. ചിലർക്ക് ഈശോയോടൊപ്പം ഉണ്ടാകുന്നു. ഇതെല്ലാം അപകടമാണ്. ഇതെല്ലാം വിശ്വാസികൾക്കിടയിലുള്ള വഴിതെറ്റലുകളാണ്. ഇപ്പം ഇങ്ങനെ തെറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന പലരെയും കണ്ടിട്ടാകണം പെന്തക്കോസ്തുകാരൊക്കെ കത്തോലിക്കാ സഭയുടെ പ്രബോധനം അല്ലെങ്കിൽ വിശ്വാസം ഇതാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള പെന്തക്കോസ്തുകാർക്കുള്ള പ്രബോധനമാണ് സഭ ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷേ കത്തോലിക്കരെക്കാളും ഉപരി പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയുള്ളൊരു പ്രബോധനമായിരുന്നു. ഇങ്ങനെയൊന്നുമല്ല സഭ വിശ്വസിക്കുന്നത്. സഭയിലെ ചില തെറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ചിലരുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങൾ സഭയെ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ സഭ പ്രഖ്യാപിച്ചതാണ്, എന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് സഭയുടെ വിശ്വാസവും. മാതാവിന് കൊടുക്കുന്നത് ആരാധനയല്ല, വണക്കമാണ്. അത് ദൈവഹിതവുമാണ് അല്ലേ? കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പരിശുദ്ധിയമ്മ പറയുന്നുണ്ടല്ലോ, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പറയുന്നതിന്റെ ഒരു പൂർത്തീകരണമാണ് ഈ മാതാവിന്. ഇനി ഈശോയുടെ വചനത്തിലുണ്ട്. വിശുദ്ധ യോഹന്നാൻ 12:26 ഈശോ പറയുന്നുണ്ട്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എന്ന് ഈശോ പറഞ്ഞേക്കുന്നത്. ആരാണ് ഈശോയെ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചത്? അമ്മയാണ്. ആത്മീയമായിട്ടും ശാരീരികമായിട്ട് ശുശ്രൂഷിച്ചത് അമ്മയാണ്. അപ്പം ദൈവം ബഹുമാനിക്കുന്നതാണ്. ദൈവം ബഹുമാനിക്കുന്ന ഒരാളെ ദൈവത്തിൻ്റെ മക്കൾക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റും. പിതാവായ ദൈവം ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് കന്യകാമറിയത്തെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രത്യേകമായി ബഹുമാനിക്കുന്ന പേരാണ് ഹൈപ്പർ ഡൂളിയ. അപ്പോൾ നമ്മൾ ഈ ജപമാല തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും ആവശ്യമില്ല. ഭക്തി കുറഞ്ഞിരിക്കുന്നവരെല്ലാം കൂട്ടിക്കോണം. അതായത് കർദിനാൾ ന്യൂമാനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരിക്കലും നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ വേണ്ട രീതിയിൽ സ്നേഹിച്ച് തീർക്കാനോ വേണ്ട രീതിയിൽ ബഹുമാനിച്ച് തീർക്കാനോ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സാധ്യമല്ല. ഭൂമിയിൽ വെച്ചുപോലും സാധ്യമല്ല. അത് നമുക്ക് സ്വർഗത്തിൽ ചെന്ന് അത് ആ രീതിയിൽ അത്രമാത്രം നമ്മൾ വളർന്ന് വികാസം പ്രാപിക്കേണ്ട ഒന്നാണത്. പക്ഷേ അത് നമ്മളെ ആധ്യാത്മിക ജീവിതം ശരിയായ ക്രമത്തിലല്ല പോകുന്നതെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന അപഭ്രംശമാണ്. എന്താണത്? ഈശോയോടൊപ്പമോ ഈശോയേക്കാൾ കൂടുതലോ നമ്മൾ കയറി മാതാവിനെ സ്നേഹിക്കാൻ ശ്രമിക്കും. അതുമല്ല അപകടകരമാണ്. ഇപ്പം ഇന്നലത്തെ ഈ നവംബർ 4 വിശ്വാസ പ്രഖ്യാപനം വഴി ഏറ്റവും സന്തോഷമുണ്ടായ ആൾക്കായിരിക്കും മാതാവിനാണ്. കാരണം എന്നെ ഇട്ട് ഞാൻ നേരത്തെ പറയുന്ന ഒരു ആശയം വരുന്നത്, ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ മാതാവിനെ പൊക്കാൻ ശ്രമിക്കുന്നവനെ താക്കുന്നതാണ്. കന്യകാമറിയത്തിൻ്റെ ഉള്ളിലെ ശ്വാസോച്ഛ്വാസം, ആ ഒരു ജീവശ്വാസം ദൈവമാണ്. ഇതെൻ്റെ ദൈവൻ്റെ സമസ്തം എന്നുള്ള പരവേശമാണ്. അപ്പോൾ മാതാവിൻ്റെ ഏറ്റവും അത് നമ്മൾ എത്രയോ അടുത്ത് കാണുന്നുണ്ട്. കാനായിലെ കല്യാണം വരുന്നിൽ അവൻ പറയുന്നത് ചെയ്യുക, നേരെ തൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, നേരെ പറഞ്ഞു വിടുവാണ്. എലിസബത്ത് വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പുകഴ്ത്തി ഉടനെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞ ഉടനെ ദൈവത്തിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം അത്രമാത്രം എൻ്റെ എല്ലാ തികവിലും പരിപൂർണതയിലും ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണ വിധേയപ്പെട്ടവളാണ്. ദൈവകൃപ മാത്രമാണ് തൻ്റെ അസ്തിത്വമെന്ന് തിരിച്ചറിഞ്ഞവളാണ്. അപ്പം അതുകൊണ്ട് കന്യകാമറിയത്തെ നമ്മൾ ഒരു ദൈവത്തിൻ്റെ പരിവേഷത്തിലേക്കോ അല്ല അങ്ങനെ എന്തെങ്കിലും സൂചനകളിലേക്ക് വരുന്നത് പോലും മാതാവിന് ചങ്കിടിപ്പാണ്.
ഇന്നലെ മാതാവിൻ്റെ ശ്വാസം നേരെ വീണ ദിവസമാണ് ഈ 4-ാം തീയതി. എൻ്റെ സഭ കൃത്യമായ കാര്യം പറഞ്ഞു, വിശ്വാസികൾ നല്ല ക്ലാരിറ്റി കൊടുത്തു. എൻ്റെ എല്ലാമെല്ലാമായ ദൈവത്തെ, ഓരോ ആത്മാക്കളെ എല്ലാമെല്ലാമായ ദൈവത്തെ അവർ വേണ്ട രീതിയിൽ ആ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഒരു പ്രബോധനം കൊടുത്തു എന്ന രീതിയിൽ മാതാവിന് തന്നെ ഒരു ഒത്തിരി ആശ്വാസമുള്ള ഒരു ദിവസമാണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിശുദ്ധ ലൂക്ക 1:47 ആ സ്തോത്ര ഗീതത്തിലെ മാതാവിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പം മാതാവ് വളരെ വ്യക്തമായി പറഞ്ഞു, മാതാവ് രക്ഷിക്കപ്പെട്ടവളാണ്, രക്ഷിക്കുന്നവളല്ല. അത് വചനമാണത്. രണ്ട് മാതാവ് തന്നെ ഏറ്റു പറഞ്ഞ കാര്യമാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവളാണെന്ന് ഏറ്റു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ സഭയുടെ പ്രബോധനത്തെ കൃത്യമായിട്ട് സാധൂകരിക്കുകയാണ് ഇവിടെ അത് ചെയ്യുന്നത്. അവിടെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഈ ഫോട്ടോ വെക്കുന്നത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഫോട്ടോയും മാതാവിൻ്റെ വിമല ഹൃദയ ഫോട്ടോയും അടുത്തടുത്ത് വെക്കും. ഇത് വലിയൊരു അപകടമുണ്ട്. ഒരേ വലിപ്പമുള്ള ഫോട്ടോ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്നതിൽ നമ്മൾ നല്ലതെന്ന് തോന്നുമ്പോൾ പോലും വലിയ അപകടം ഈ പറഞ്ഞത് തന്നെയാണ്. അറിയാതെ ഈ വീട്ടിലുള്ളവരെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കും, രണ്ടുപേരും ഒരുപോലെയാണ്. എന്തൊക്കെ പറയാൻ ശ്രമിച്ചാൽ, കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ രണ്ടുപേരുടെ ഫോട്ടോ ഒരേ വലിപ്പം ഒരുമിച്ച് വെച്ചിരിക്കുന്നു എന്ന രീതിയിൽ. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ ഡോക്യുമെന്റിലെ മറ്റൊരു കാര്യം, എല്ലാ പ്രസാദപരങ്ങളിലും എല്ലാ കൃപകളിലെയും മധ്യസ്ഥം. അങ്ങനെ ഒരിക്കൽ പോലും കന്യാമറിയത്തെ സഭ വിശ്വസിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താണ്? എല്ലാ കൃപകളും ഉത്ഭവിക്കുന്നതും വിതരണം ചെയ്യപ്പെടുന്നത് ഈശോയിലൂടെയാണ്. ഫിലിപ്പി ലേഖനം 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശു ക്രിസ്തു വഴി, വേറെ വഴിയില്ല, പിതാവിലേക്കുള്ള ഏക വഴിയെന്ന് ഈശോ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് കൃപ ഒഴുകാനുള്ള ഏക വഴിയേ ഉള്ളത് ഈശോയാണ്. ഇവിടെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകെയുള്ള ഈ ഒരു പദം കൊണ്ട് ഉണ്ടാകാവുന്ന അപകട സാധ്യതയാണ്. ഒരു വാക്ക് പോലും നമ്മൾ വിശ്വാസം തെറ്റിച്ചേക്കാം. നമ്മൾ പറഞ്ഞ സഹരക്ഷക എന്നുള്ള ആ വാക്ക് വിശ്വാസം പോലും തെറ്റിച്ചേക്കാം. എന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രസാദനങ്ങളിലെയും മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ആ വാക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപയല്ല, മാതാവ് വഴി ഇങ്ങോട്ട് വരും, ഈശോ വഴി വരുന്ന പോലെ മാതാവ് വഴി വരും എന്നുള്ളത് വലിയ ദൈവശാസ്ത്രമായ തെറ്റിലേക്ക് നയിക്കും. വീണ്ടും നമ്മൾ മറ്റൊരു തരത്തിൽ മാതാവിനെ ദൈവമാക്കുന്നതിലേക്ക് അത് വരും. അച്ഛൻ അതൊക്കെ കേട്ടിട്ടുണ്ടോ? മാതാവ് ദൈവമാണ് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കേരളത്തിൽ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇമ്മാനുവൽ എംപറർ എന്ന് പറഞ്ഞ അവര് മാതാവിനെ ദൈവമായിട്ടാണ് വിശ്വസിക്കുന്നത്. വേറെ പലരും ഒക്കെ ഇന്നങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഷോക്കായിപ്പോയി അങ്ങനെയുള്ളവർ. കാരണം ഇതാ അങ്ങനെ മാതാവ് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് ഒരിക്കലും ദൈവമേ അല്ല, പറ്റി മാത്രമാണ് എന്ന് ഉറപ്പിക്കത്തക്ക രീതിയിൽ പ്രബോധനം വന്നതുകൊണ്ട് അവർക്ക് അസ്വസ്ഥയായിട്ടുണ്ട്. കന്യകാമറിയത്തെക്കുറിച്ച് ഏറ്റവും ഭക്തിജനകമായ ഒരു പുസ്തകം എഴുതിയാണ് മിസ്റ്റർ ലൂയിസ് മോൺഫോർട്ട്, യഥാർത്ഥ മരിയ ഭക്തി പുസ്തകം. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ദൈവം ഒരു കടലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കന്യകാമറിയം. അതുകൊണ്ട് ഈശോ ദൈവമായിരിക്കെ ഏതെങ്കിലും രീതിയിൽ കന്യകാമറിയത്തെ ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയർത്തി കണ്ടു കഴിഞ്ഞാൽ അത് മരിയഭക്തിയിലെ വലിയൊരു വഴിതെറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു മരിയഭക്തനായിരിക്കും തന്നെ അദ്ദേഹം നൽകുന്ന ഒരു നല്ലൊരു ഒരു നല്ലൊരു ശാസനയും ശിക്ഷണമൊക്കെയാണത്. അപ്പം അതുകൊണ്ട് മരിയഭക്തിയുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായിട്ടുള്ള ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾക്കുള്ളൊരു ക്ലാരിറ്റി കൊടുക്കാനാണ് വത്തിക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ പ്രസാദ മധ്യസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ എനിക്ക് ഓർമ്മ വന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വചനമാണ്. ഇതും ഈ സഹരക്ഷകയാണ് മാതാവ് ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട്. ഉൽപ്പത്തി 3:15 പറഞ്ഞിരിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്കറിയാം സുപരിചിതമായ ആ പ്രോട്ടോവേന്ദ്രിയമാണല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം രക്ഷാകർമ്മത്തെക്കുറിച്ച് ആദ്യം പറയുന്നതാണല്ലോ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തറക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ 15 എന്താ അതിൻ്റെ ഗ്രീക്ക് വ്യഞ്ജന കുത്തിങ്ങത്താണ്. ഹീബ്രു മൂലത്തിലെ സ്ത്രീയുടെ സന്ധി എന്നത് ഒരു വ്യക്തി, അടുത്ത വാക്ക് ഗ്രീക്ക് പരിഭാഷയിൽ വരാനിരിക്കുന്ന രക്ഷകനെ ഉദ്ദേശിച്ച് അവനെന്നും ലത്തീൻ വിവർത്തനത്തിൽ രക്ഷകന്റെ മാതാവിനെ സൂചിപ്പിക്കുന്നതിനായി അവൾ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നതാണ് അവൾ നിന്റെ തല. അങ്ങനെ ഒരു സൂചന ഈ കിടപ്പുള്ളത് കൊണ്ട് കൂടിയാണ് ഈ മാതാവും ഈ രക്ഷകനും സഹകരിച്ച് സഹരക്ഷകൻ വിളിക്കണമെന്നല്ല പറയുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിലും
12-ാം അധ്യായത്തിലും ആ അങ്ങനെ അങ്ങനെ പിന്നെ പക്ഷെ ഇതിനെ ഒരു നല്ല ചിത്രമുണ്ടേ. ഞാൻ നേരത്തെ എവിടെയോ കണ്ടതാണ്. ഈ പ്രശ്നം ഉണ്ടായ ഉടനെ ഒരു സ്നേഹിതൻ അയച്ചു തന്നു. അതായത് മാതാവ് ഇരിക്കുന്നു, മാതാവിൻ്റെ കാലിൻ്റെ ഇടയിൽ പാമ്പുണ്ട്. അതെ, അപ്പൊ ഈശോ അതിനെ പറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ ഈശോയുടെ ഉണ്ണി ആ പാദം കൊണ്ട് മാതാവിന്റെ കാലം ഇങ്ങനെ ചവിട്ടുവാണ്. അപ്പം പാമ്പ് യഥാർത്ഥത്തിൽ മാതാവിന്റെ കാലം കൊണ്ടാണ് തകരുന്നത്. പക്ഷെ ചവിട്ടുന്ന ആരാണ്? ഈശോ. മനസ്സിലായില്ലേ? കാഴ്ച നോക്കും മാതാവ് തകർത്ത് നമുക്ക് തോന്നും. കാര്യം ചെയ്ത് മാതാവിന്റെ കാലം ഇടയപ്പെടും. പക്ഷെ ചവിട്ടി ഇത് പൊട്ടിക്കുന്നത് ഈശോയാണ്. പക്ഷെ മാതാവിന്റെ സഹകരണം അവിടെ ഉണ്ട്. ലോകത്ത് ആർക്കും ഇല്ലാത്ത രീതിയിലൊരു പ്രത്യേക സഹകരണം അവിടെ ഉണ്ട്. അപ്പം ആ സഹകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ അതുകൊണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്ക് നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ ഈശോ മാത്രം പൂർത്തിയാക്കിയ, ദൈവത്തിന് മാത്രം എല്ലാം സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവം മാത്രം പൂർത്തിയാക്കിയ രക്ഷാകർമ്മത്തിന് എന്തൊരു കുറവുണ്ടായിരുന്നു. മാതാവ് കൂടി ചേർന്നില്ലെങ്കിൽ നടക്കാതെ പോകുമായിരുന്നു എന്ന് വരുന്നത് ദൈവത്തിന്റെ സർവശക്തിയെയും അതെല്ലാം കുറച്ച് കാണിക്കുന്നതായതുകൊണ്ടാണ് ഇത് വളരെ വളരെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് സഹരക്ഷക എന്നുള്ള കാര്യം ഇപ്പോൾ വരെ നമുക്കത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇപ്പം മാതാവിന്റെ പ്രവൃത്തിയിലൂടെ സാത്താനെ തല തരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈശോയാണ് മാതാവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. പൗലോസിനേക്കാൾ പറയാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും മാതാവായിരിക്കും. മാതാവ് ഇത് പിശാചിന്റെ തല തകർക്കുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്, ചവിട്ടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാതാവിൽ ഇരുന്നുകൊണ്ട് കൃപ ചെയ്യുന്നതാണ്. പക്ഷെ ആ കൃപ ഈശോയിൽ നിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും മാതാവിനെ ആ ഒരു മധ്യസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു പ്രാർത്ഥനയിൽ ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ ഞങ്ങളുടെ കണ്ണുകളാണെങ്കിൽ ഞങ്ങൾ നേരെ തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയാൻ തോന്നുകയായിരുന്നു. കത്തോലിക്ക ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഡോക്യുമെന്റിൽ സെക്കൻഡ് വെറ്റിംഗ് കൗൺസിലിന്റെ 54-66 ഭാഗത്ത് ഈ മധ്യസ്ഥ എന്നുള്ള വാക്ക് പ്രാവശ്യം പറയുന്നുണ്ട്. കന്യകാമരിയ മധ്യസ്ഥയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെയും തെറ്റിദ്ധരിക്കപ്പെട്ടത് എല്ലാ കൃപകളിലെ മധ്യസ്ഥ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല സഭ പറഞ്ഞു. പക്ഷേ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സെക്കുലർ മാധ്യമങ്ങളിലൊക്കെ വന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെ എടുത്ത് പ്രചരണം ഉണ്ടായത് മാധ്യസ്ഥ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല സഭ പറഞ്ഞതാണ്. അങ്ങനെ സഭ പറഞ്ഞിട്ടില്ല. കന്യകാമറിയം നമുക്ക് ഈശോയിൽ നിന്നുള്ള കൃപ സ്വീകരിക്കാനുള്ള മധ്യസ്ഥ തന്നെയാണ്. മധ്യസ്ഥ കാനായാലും മാതാവ് ചെയ്ത് അതേ ദൗത്യമായിട്ട് കണ്ടുകൂടെ. അപ്പോൾ ആ വീട്ടിൽ കുറവുണ്ടായിരുന്നു, മാതാവ് ചെന്ന് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ എനിക്ക് പരീക്ഷയിൽ ജയിക്കണം. അപ്പം മാതാവിന്റെ ഒരു പ്രാർത്ഥന സഹായം കൂടി ആയിട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു അനുഗ്രഹമായിട്ട് വരുന്ന ആ രീതിയിൽ ഉള്ള ഒരു മധ്യസ്ഥ ഉദ്ദേശിക്കുന്നത്. കൃപയുടെ ഉറവിടവും കൃപ ഉണ്ടാക്കിയ ആളും എല്ലാം ഈശോയാണ്. അത് വിതരണം ചെയ്യാൻ വേണ്ടി ആ കൃപ മനുഷ്യമക്കളിലേക്ക് ഒഴുക്കാൻ വേണ്ടി മറിയത്തിന്റെ മധ്യസ്ഥ സഹായിക്കും. മറ്റുള്ളവരെക്കാൾ ഉപരി മറിയത്തിന്റെ മധ്യസ്ഥ സഹായിക്കും. ആ ഒരു മധ്യസ്ഥമാണുള്ളത്. ആ മധ്യസ്ഥ വിശുദ്ധർക്കും ഉണ്ട്. പക്ഷെ മാതാവിന് അത്രയില്ല. കാരണം മാതാവ് പ്രത്യേകമായി സഹകരിച്ചുകൊണ്ട് കൂടുതൽ മാതാവിനുണ്ട്. ഈ ഒരു മധ്യസ്ഥ സഭ എടുത്ത് കളഞ്ഞിട്ടില്ല. അത് വിശുദ്ധരോട് വണക്കാൻ വിശ്വാസത്യമാണല്ലോ. ദൈവത്തിനെ കൃപ സ്വീകരിക്കാൻ ഇപ്പം പുരോഹിതരെ പോലും ആശ്രയിക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവം അങ്ങനെ ഒരു മധ്യസ്ഥരായിട്ട് കുറച്ചുപേരെ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാതാവാണ്. അതിന് ശക്തിയുണ്ട്. അത് ഫലദായകമാണ്. അത് നമുക്കെല്ലാം അനുഭവമാണ്. കത്തോലിക്കർക്കെല്ലാം അനുഭവമാണ്. പെന്തക്കോസ്ത് സഹോദരന്മാരും മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുഭവമായി തീരും. കാരണം അങ്ങനെ ഒരു കൃപ പ്രത്യേകമായി മാതാവ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു കൊച്ചു ചിന്ത കൂടെ, ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനോടുള്ള ഭക്തിയുള്ള ആളായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഈശോയോട് അധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മാതാവിനോടാണ്. മാതാവേ, ഈശോയിൽ നിന്ന് എനിക്കത് വാങ്ങിച്ചു തരണേ. അപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത ഇതായിരുന്നു, മാതാവിനോട് അടുത്താൽ, മാതാവിനോട് ഞാൻ എത്രമാത്രം കൂടുതൽ അടുക്കുന്നുവോ അത്രമാത്രം മാതാവ് എന്നെ ഈശോയിലെത്തിക്കും. ആ വിശ്വാസത്തിലായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തിന് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തേണ്ട കാര്യമുണ്ടോ ഈ ഒരു ഡോക്യുമെന്റ്? അപ്പം മാതാവിനോട് അടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരം മാതാവിൻ്റെ പറഞ്ഞ കാര്യമാണ്. അവൻ പറയുന്നത് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്ക് ഇത് രണ്ടും ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതായത് മാതാവിനോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ മാതാവിന് അതേ പറയാൻ പറ്റുള്ളൂ, നീ വചനം പാലിക്കുക. അപ്പോൾ മാതാവിനോട് നമ്മൾ അടുക്കുന്നു പറയുന്നത് ശരിയായ ക്രമത്തിലാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്തൊരു അപകടമില്ല. കാരണം മാതൃഭക്തി നമ്മളെ യേശുവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇടയ്ക്ക് പറയുകയും ചെയ്തതാണ്. ഈ ഒരു ഡോക്യുമെൻ്റ് ഒരിക്കലും മരിഭക്തിയെ കുറച്ച് കാണിക്കുന്നതല്ല. ഇപ്പോൾ ഈശോ മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചത് കുറച്ച് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില പറയുന്നുണ്ട്. അതൊരു പുകഴ്ത്തലാണ്.
ഇവിടെ സഭ കൃത്യമായ രീതിയിൽ മാതാവിന് കൊടുത്തിരിക്കുന്ന ആ സവിശേഷമായ സ്ഥാനം എടുത്തു പറഞ്ഞു. എന്നാൽ എന്തല്ല എന്നും കൂടി എടുത്തു പറഞ്ഞു, എന്തല്ല എന്നും കൂടി പറഞ്ഞു. കാരണം വേറെ എന്തൊക്കെയോ ആണെന്ന് ചിലരൊക്കെ കരുതുന്നത് എടുത്തു കാണിച്ചുകൊണ്ട് അതല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് മാതാവിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൈറ്റില് വിശ്വാസികളിലെ അമ്മയാണ്. അതൊക്കെ വളരെ മനോഹരമാണ്. കാരണം വിശ്വാസികളിലെ മാതാവ് ഒന്നുകൂടി വേറെ പലതും പറഞ്ഞല്ലോ, ദൈവമാതാവ്, അമരോത്ഭവ, നിത്യകന്യ, സ്വർഗാരോപിത, ഇതൊക്കെ എത്രയോ വലിയ വിശേഷണങ്ങളാണ്. പിന്നെ കത്തോലിക്കാ സഭ മാതാവിനെ ഇപ്പോൾ കുറച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്നവർ, ഇതൊക്കെ നോക്കുക എത്രയോ വലിയ അപദാനങ്ങളുടെ സഭ മാതാവിനെ ഇങ്ങനെ വണങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, മാതാവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് ഞാൻ പറയുകയാണ്, സർപ്പത്തിന്റെ തലയെ തകർത്ത സ്ത്രീ മാതാവല്ലേ? അപ്പോൾ സഹരക്ഷകയല്ലേ? വചനത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാലും വിശ്വസിച്ചാലും അതിന് തെറ്റുണ്ട്. തെറ്റുണ്ട്. ഒന്നാമത്തെ കാരണം അങ്ങനെ വിശ്വസിക്കാൻ സഭ നമ്മളോട് പിന്നെ ആവശ്യപ്പെടുന്നില്ല, അനുവദിക്കുന്നില്ല. അതിന്റെ കാരണം ഈ പറഞ്ഞ വചനങ്ങൾ ഒറ്റപ്പെട്ടൊരു വചനത്തിൽ നിന്നല്ലോ സഭയുടെ വിശ്വാസം വരുന്നത്. സഭയുടെ വിശ്വാസം ഒരു അതായത് വിശുദ്ധ ബൈബിൾ ഒട്ടാകെയുള്ള ഒരു പൊതുവായ സ്പിരിറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് സഭ നോക്കി വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ അത് സഹരക്ഷക എന്നുള്ള ഒരു തലയോടെ വരുന്നില്ല. അപ്പോൾ ഞാനൊരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാമെന്ന് വിചാരിക്കാം. ഒരു വിശ്വാസം ചിന്തിക്കുകയാണ്, കത്തോലിക്ക സഭയുടെ ഒരു ഡോക്യുമെന്റ് ഇപ്പോൾ വന്നത് യഥാർത്ഥത്തിൽ പിശാചി കളിച്ചൊരു കളിയാണ്. സഭയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മാതാവിനോടുള്ള ഭക്തി, മാതാവിനോടുള്ള പ്രാർത്ഥനകളൊക്കെ സഭയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സഭയെ തകർക്കാൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മാതാവിനോടുള്ള ഭക്തിയിൽ നിന്ന് ജനങ്ങളെ പിന്നോട്ട് വലിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് വന്നിട്ട് സഭയിൽ ആശയക്കുഴപ്പം ഉണ്ടായി കഴിയുമ്പോൾ ഒത്തിരി പേര് മാതാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകും. അങ്ങനെ സഭയെ തകർക്കാൻ പിശാചി കളിച്ച ഒരു കളിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? മാതാവാണ് പിശാചിന്റെ തലയെ തകർക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാതാവ് ദൈവം പറയുകയാണ്, നമ്മൾ സഭയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, കന്യാമറിയത്തോടുള്ള ഭക്തി ഇന്നുകൊണ്ട് സഭയിൽ അവസാനിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചോണം. കാരണം പിന്നെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വിളിക്കുന്ന വിശേഷങ്ങൾ തന്നാൽ താനായിരിക്കുന്നു അല്ലേ? ഈ സഭയിൽ വിശുദ്ധരുടെയോ പിന്നെ മാലാഖമാരുടെയോ കന്യാമൃതന്റെ ആരുടെ സഹായം ദൈവത്തിന് ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഇല്ല, ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ദൈവം കരുണ തോന്നി ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ ഭക്തികളൊക്കെ നമ്മളിങ്ങനെ സഭ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം കാരുണ്യപൂർവ്വം നൽകി സഭയ്ക്ക് നൽകിയ ഒരു ഭക്തിയാണിത്. ആ ഒരു ഭക്തിയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ള അനുവാദം, അതിനുള്ള അവകാശവും അനുവാദം എല്ലാം സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അപ്രവശം എന്താണ്? കന്യാമറിയത്തോടുള്ള ഭക്തി കടന്ന് അതിനെ ദൈവത്വത്തിന്റെ ഭക്തി ഉണ്ടാകുമ്പോൾ അവിടെ പിശാച് പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രേഖ ക്രമപ്പെടുത്തേണ്ടതിനെ ഒന്ന് ക്രമപ്പെടുത്തിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്കൊരു സംഭവം ഉണ്ടാക്കി കഴിയുമ്പോഴേ, അത് അച്ഛൻ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇതിങ്ങനെ വരുന്നത് എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് കേട്ടോ, എന്നെ പിന്നെ ചുറ്റുപാടും പലരും ഇങ്ങനെ വിശ്വാസികളൊക്കെ ആശങ്കപ്പെടുന്ന കണ്ട ഒരു വിഷമമുള്ളതല്ലാതെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മുമ്പ് തൊട്ട് തന്നെ ഞാൻ നേരത്തെ തൊട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജ്ഞാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ സംഭവിച്ച് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ അപ്പോൾ ഞാൻ തിരിച്ചത് ദൈവമേ, വിശ്വാസികൾ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളിലായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ എന്തുമാത്രം ആശങ്കപ്പെട്ടു. എന്നോട് പറഞ്ഞു, എൻ്റെ കത്തോലിക്കാ സഭ തകർന്നു, വത്തിക്കാനെല്ലാം പിശാച് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യം ഇപ്പോൾ വരെയില്ല. ഈ പ്രബോധനങ്ങളിലും ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് തോന്നുന്നു. അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ യൂട്യൂബിൽ കൂടിയൊക്കെ ചില അവതരിപ്പിക്കുന്നു. ഉദാഹരണം വത്തിക്കാനിലെ സംഭവം നടന്നു. നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ ഒരു വാർത്തയായിട്ട് അവതരിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലർ വീഡിയോ കണ്ടു. ചിലരുടെയൊക്കെ നമ്മുടെ അവരുടെ കമൻസ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർപ്പാപ്പയെയും കത്തോലിക്കാ സഭയും മുഴുവൻ ചീത്ത പറയും. കത്തോലിക്കരാണ്. അയ്യോ, എൻ്റെ സഭാവിശ്വാസം പോയി, വത്തിക്കാൻ വിശ്വാസം പോയി, മാർപ്പാപ്പയുടെ വിശ്വാസം പോയി, മാർപ്പാപ്പ ശരിയല്ല. അപ്പോൾ വത്തിക്കാൻ നടന്ന ഈ സംഭവത്തെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ട് എന്ത് ഗുണം സഭയ്ക്കുണ്ടായി? സഭാസ്നേഹത്തിൽ നിന്നും മാർപ്പാപ്പയോടുള്ള വിധേയത്വത്തിൽ നിന്നും ഒരുപാട് എന്തിനു വേണ്ടിയായിരിക്കും അവർ ഈ വീഡിയോ ചെയ്തത്? അതിന്റെ അഭിപ്രായത്തിൽ അവരുടെ അന്നേരത്തെ ഒരു വൈകാരിക പ്രതികരണം, പിന്നെ ചില കൂടുതൽ ലക്ഷ്യങ്ങളും കാണും അവരിലേക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞാല്
പെട്ടെന്ന് വരുന്ന വൈകാരിക പ്രതികരണം പലപ്പോഴും എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒരുപോലെ കണക്കെടുക്കത്തില്ലല്ലോ. ഒറ്റ വൺ സൈഡഡ് ആയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു അറിവിനെ അതിന്റെ പുറത്തങ്ങ് അവർക്ക് സഭയോട് അവർ ചിന്തിക്കുന്ന തലത്തിൽ വൈകാരിക സ്നേഹം ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സഭയെ രക്ഷിക്കാനുള്ള ശ്രമമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ സഭയ്ക്ക് ദൂഷ്യമാണ്. ഇപ്പോൾ ഇന്ന് എനിക്ക് ലഭിച്ച വോയിസ് മെസ്സേജ് ഇരിപ്പുണ്ട്. ബ്രദറെ, ഞാൻ ഇങ്ങനെയുള്ള ഒരു പിന്നെ ചാനൽ കണ്ടു, അന്ന് തൊട്ട് എനിക്ക് സഭയോടും മാർപ്പാപ്പയോടും ഒക്കെ എനിക്ക് വിരോധമായെന്ന് പറഞ്ഞു. നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയേണ്ടത്, സഭ എടുത്ത ഈ നിലപാടുകൾ കൃത്യമാണ്. അത് മാതാവിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുകയല്ല, മറിച്ച് മാതാവിനോടുള്ള സ്നേഹത്തിലൂടെ ഈശോയിലേക്ക് വളരുക എന്നുള്ളതാണ്, അല്ലേ? പിന്നെ അപ്പോൾ ആ ഒരു ചൈതന്യം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇതിനെക്കുറിച്ച് യാതൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സഭരക്ഷകയെന്ന് സഭ പ്രഖ്യാപിക്കാത്തൊരു കാര്യം ഇങ്ങനെ വിളിക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങളോട് സന്തോഷിക്കുക. ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമരോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, വിശ്വാസികളുടെ അമ്മയാണ്, നമ്മുടെ അമ്മയാണ്. അതെ, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളോട് സന്തോഷിക്കുക. ജപമാല എടുത്തു കളഞ്ഞിട്ടില്ല, വിമല ഹൃദയ പ്രതിഷ്ഠ എടുത്തു കളഞ്ഞിട്ടില്ല, ഉത്തരഭക്തി മാറ്റിയിട്ടില്ല, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് വേണ്ടാത്തത് ചിലത് ക്യാൻസർ പോലെ വന്നത് മാത്രം മുറിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. വേണ്ടാത്ത ഭാഗ്യമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു സൗഖ്യപ്പെടുത്തലിന്റെ ഒരു ശുശ്രൂഷയായിട്ട് കണ്ടാൽ മതി, ഒരു അനുഗ്രഹമായിട്ട്. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ സഭ കൂടുതൽ മനോഹരിയായി വിളങ്ങട്ടെ, തിളങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ.